ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ വെക്കേഷനൊക്കെ ആയതല്ലേ, അപ്പോൾ ഞങ്ങളും ഇന്നൊരു ട്രിപ്പ് പോവാണ്. വയനാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ടായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അമ്മയുടെ ആ ഫ്രണ്ടിൻ്റെ ഫാമിലിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ അമ്മമ്മയുടെ കൊണ്ടും ചേച്ചിയുടെ കൊണ്ടും അമ്മേനെ കൊണ്ടും അച്ഛനെ കൊണ്ടൊക്കെ ഹായ് പറയിക്കുന്നുണ്ട്. അച്ഛൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ വരുന്നത്. അതിൻ്റെ ഒരു ഇതിലാണ് അച്ഛൻ കുറേ സമയം മൈക്ക് പിടിച്ച് നിന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാറിലാണ് കേട്ടോ വയനാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ പാട്ട് കേൾക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് എൻ്റെ കുട്ടി ബാഗിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേച്ചിയുടെ ഹെഡ്ഫോൺ എടുത്തിട്ടുണ്ട്. എനിക്ക് ഹെഡ്ഫോൺ ഉണ്ട്, അപ്പോൾ വയർലെസ് അല്ല, എൻ്റെ ഫുൾ വലിയൊരു വയറുള്ളതാണ്. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി മഴയൊക്കെ ആസ്വദിച്ചിട്ടാണ് പോയത്. നല്ല അടിപൊളി പാട്ടും മഴയൊക്കെ കണ്ടാണ് ആസ്വദിച്ച് പോയത്. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ കാറിലേക്ക് എടുത്ത് വെക്കാൻ എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നല്ല പാട്ടൊക്കെ വെച്ച് ഇരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം അമ്മ ഈ വീഡിയോ എടുത്തത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മമ്മേനോട് ചേച്ചി വർത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കണ്ണൂരും വയനാട്ടിലൊക്കെ റെഡ് അലേർട്ടാണ്. അപ്പോൾ ഞങ്ങളെവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പാൽച്ചുരം വഴിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഹെയർ പിന്നിൻ്റെ വളവുകളൊക്കെ 5 ഹെയർ പിൻ വളവുകളുണ്ടായിരുന്നു പാൽച്ചുരം വഴി പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തിരിഞ്ഞും മറഞ്ഞും വളഞ്ഞും ഒക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നല്ല രാവിലെ 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. അപ്പം നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് തന്നെ വാട്ടർമെലൺ, ആപ്പിൾ അങ്ങനത്തെയൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ നിന്ന് കഴിക്കാനും പിന്നെ റിസോർട്ടിലെത്തിയിട്ട് കുറച്ച് കഴിക്കാനൊക്കെ. അപ്പോൾ അമ്മേൻ്റെ ഫ്രണ്ട് ബാക്കിൽ വരുന്നുണ്ട്. അവരും കാറിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ആൻറ്റി അറിയാവും. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നൊരു വീഡിയോയിൽ ആൻറ്റീനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും ചേച്ചിക്കും കളിക്കാനൊക്കെ ഒരു കൂട്ടുണ്ട്. അപ്പോൾ ശിവാനിയും മീനു ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ട്രിപ്പ് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല കേട്ടോ, ചുരം കയറുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ സാധാരണ ഈ വയനാട്ടിലേക്ക് പോകുമ്പോൾ കുറേ കുരങ്ങന്മാരെ കാണാറുണ്ട് കേട്ടോ. എല്ലായിടത്തും ചുരത്തിൻ്റെ അടുത്ത് മാത്രമല്ല കുറേ സ്ഥലത്ത് ഈ കുരങ്ങനെ കാണാറുണ്ട് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം പോയപ്പോൾ കുരങ്ങന്മാരെയും കണ്ടില്ല, ഒരൊറ്റ കുരങ്ങനെ പോലും ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിലെത്തിയിട്ടാണ് കുരങ്ങന്മാരെ കണ്ടത് കേട്ടോ. അപ്പോൾ ചുരം കയറുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളിയായി കോടമഞ്ഞ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കോടമഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി പച്ചപ്പുള്ള സ്ഥലമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു വഴി വയനാട്ടിലേക്ക് പോകുന്നത്. സാധാരണ ഞങ്ങൾ വേറെ ഏതോ വഴിയിലോട്ടാണ് പോവാറ്. അപ്പോൾ ആദ്യമായിട്ടാണ് പാൽച്ചുരം വഴി പോകുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പെട്ടെന്ന് അവിടെ ഒന്ന് എത്തിയാൽ മതി എന്നായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ മനസ്സിൽ. അപ്പം നല്ല ത്രില്ലടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ കോടമഞ്ഞിൻ്റെയും ചുരം കയറുന്നതൊക്കെ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ഈ കോടമഞ്ഞൊക്കെ കണ്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടി തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി മേലോട്ട് കോടമഞ്ഞൊക്കെ പോയപ്പോഴായിരുന്നു ഞങ്ങൾ കുറച്ച് മേലോട്ടേക്ക് എത്തിയത്. മേലോട്ടെത്തിയിട്ട് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും നല്ല അടിപൊളി കോടമഞ്ഞാണ്. ഈ വയനാട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തണുപ്പും കോടമഞ്ഞൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു വയനാട്ടിലേക്ക്. അപ്പോൾ ഞാൻ ആ ഒരു ത്രില്ലിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല അടിപൊളി കോടമഞ്ഞും അതിനൊപ്പം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മഴയൊക്കെ പെയ്തപ്പോൾ അടിപൊളിയായി. പിന്നെ ഞങ്ങൾ AC ഇട്ടത് ഓഫാക്കിയിട്ട് ഞങ്ങൾ ഗ്ലാസ്സൊക്കെ താഴ്ത്തിയിട്ട് പോയിട്ട് നല്ല അടിപൊളി തണുത്ത കാറ്റും ആ കോടമഞ്ഞും മഴയൊക്കെ ആസ്വദിച്ച് പോകുമ്പോൾ മനസ്സിനൊരു കുളിർമ തന്നെയാണ് കേട്ടോ ഗൈസ്. പിന്നെ കുറേ കല്ലുവണ്ടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ. എത്ര കല്ലുവണ്ടി ലോറി കയറ്റിയിട്ട് പോകുന്ന കല്ലുവണ്ടി എന്നാണ് പറയുന്നത്, കല്ല് കയറ്റിയിട്ട് കുറേ ലോറി ഞങ്ങളുടെ മുന്നിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. അല്ലെങ്കിൽ ഇപ്പോഴൊന്നും എത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിക്കേണ്ടതുകൊണ്ട് കുറച്ചും കൂടി വേഗം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹെയർ പിൻ വളവൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ
പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരത്തിനടുത്ത് എത്തിയപ്പോഴേ എൻ്റെ ചെവി അടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് എന്താണെന്നറിയില്ല, അമ്മയുടെയും ചേച്ചിയുടെ ഒക്കെ ചെവി അടഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെവിയൊക്കെ അടഞ്ഞിട്ടൊന്നും കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഈ കാറിൽ, ബസ്സിൽ, അങ്ങനത്തെ ഒക്കെ വണ്ടിയിൽ കയറിയാൽ ഉറങ്ങുന്നൊരു ശീലമുണ്ട്. അത് ഞാൻ തെറ്റിച്ചില്ല. നല്ല സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങി ചേച്ചീൻ്റെ മടിയിൽ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സ്ഥലത്തെത്തിയപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. പിന്നെ ഗൈസ്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഇതിൽ എടുത്തില്ല കേട്ടോ, മറന്നുപോയി. പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. നല്ല അടിപൊളി മീൽസാണ് പറഞ്ഞത്. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ സൈഡ് ഡിഷൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ചോറ് ചെറിയൊരു വേവിൽ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന സ്ഥലത്ത്, അതായത് വയനാട്ടിലുള്ള ലക്കിടി വില്ലേജ് എന്ന റിസോർട്ടിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അനൂപങ്കളും അച്ഛനും കൂടിയിട്ട് റിസപ്ഷനിൽ എന്തൊക്കെയോ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലക്കിടി വില്ലേജിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നല്ല മഴ പെയ്തപ്പോൾ നല്ല ചളിയായിട്ട് ഞാനിങ്ങനെ താറാവ് നടക്കുന്ന പോലെ തത്തോ പിത്തോ എന്ന് പറഞ്ഞിട്ടാണ് നടന്നത്. അപ്പോൾ നല്ല മഴ പെയ്തിട്ട് ഫുള്ള് ചളിയാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി വലിയ റിസോർട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കൂടാണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് നമ്മളിതാ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള സെക്യൂരിറ്റി ഞങ്ങൾക്ക് റൂമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുറേ ഫാമിലി ഉണ്ടായിരുന്നു, വലിയ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇതാ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കിടക്കയല്ല, പെട്ടി മാത്രം. പെട്ടി, അതായത് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ശിവാനിക്ക് സ്വെറ്റർ ഇട്ട് കൊടുത്തു. അവൾക്ക് തണുക്കെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സ്വെറ്റർ ഞാൻ കൊടുത്തു. അപ്പോൾ ഇതാ ഞാൻ മുമ്പിൽ നടക്കുന്നുണ്ട് പെട്ടിയും വലിച്ചുകൊണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ വിദ്യ ആൻറ്റി. അപ്പോൾ വിദ്യ ആൻറ്റിയും മീനേച്ചിയൊക്കെയാണ്, അനൂപങ്കളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിതാ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി റൂമാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ കാല് കുത്തിയപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. നല്ല അടിയിലൊക്കെ നല്ല തണുപ്പുണ്ട്. ഞങ്ങൾക്ക് റൂം ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ നല്ല ബാൽക്കണിയൊക്കെ ഉള്ളൊരു റൂമാണ്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി വരുന്നത്. അപ്പോൾ വിദ്യാൻ്റെ ഒരു സൈഡിൽ വീഡിയോ എടുക്കുന്നു, അമ്മ ഒരു സൈഡിൽ വീഡിയോ എടുക്കുന്നു, അച്ഛനൊരു സൈഡിൽ വീഡിയോ എടുക്കുന്നു. അങ്ങനെ മൂന്ന് ഫോണുകളിലായിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്കാണ് പോയത്. നമ്മൾ റൂമിലെത്തിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് പോയത്. മഴയും പെയ്തു. അതിനിടയിൽ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ എത്തലും മഴ പെയ്യലും ഒരുമിച്ചായിരുന്നു. ബട്ട് നല്ല രസമുണ്ടായിരുന്നു. ഈ മഴയത്തും കളിച്ചു, ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലും കളിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഈ മഴയത്തൊക്കെ കളിക്കണത്. അപ്പം ഞാൻ എല്ലാവരും മേത്തും വെള്ളമൊക്കെ തെറിപ്പിച്ച് ഇതാക്കുന്നുണ്ട്. ഞാൻ മറ്റേ എന്താ ഇതിന് ഭൂവി എന്നങ്ങോട്ടാണെന്ന് പറയുന്നത്, എനിക്കറിയത്തില്ല. ആ വട്ട സാധനത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എനിക്ക് എത്തുന്നുണ്ടാ, എൻ്റെ സ്റ്റൊമക്ക് വരെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെറുതെ അത് കണ്ടപ്പോൾ എടുത്തിട്ടെന്നേ ഉള്ളൂ. അപ്പം നല്ല അടിപൊളിയായിട്ട് തണുത്ത വെള്ളത്തിലൊക്കെ ഞങ്ങളിതാ നീരാടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ മുങ്ങൽ മത്സരമൊക്കെ നടത്തി അതിനിടയ്ക്ക്. പിന്നെ അവിടെ കയറി നിന്നിട്ട് ജമ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഈ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് അച്ഛൻ എന്നെ പിടിച്ച് മുക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. എന്നെ അച്ഛൻ മുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സൈഡിൽ നല്ല അടിപൊളിയായിട്ട് നല്ല DJ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് നല്ല അടിപൊളിയായിട്ട് നീരാടിയിരിക്കുന്നു. അതിനിടയ്ക്ക് ഞാനും ഓരോരുത്തരെ പിടിച്ച് മുക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മീനച്ചിനെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ നമുക്ക് ഒരുമിച്ച് രണ്ടുപേർക്കും തുള്ളാന്ന് പറഞ്ഞിട്ട് ഞാൻ ഏച്ചീനെ പിടിച്ച് ഒരൊറ്റ തള്ളിയിടലായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്തു. അപ്പം ഞങ്ങളിതാ തിരിച്ച് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തണുക്കുന്നുണ്ട്. ആ വെള്ളത്തിൽ കളിക്കുമ്പോൾ അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പ്. പിന്നെ അതിൻ്റെ കൂടെ മഴയും പെയ്തു. പിന്നെ റിസോർട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ കുറേ കുരങ്ങന്മാരിങ്ങനെ മരത്തിൽ തൂങ്ങിയിരിക്കുന്നുണ്ടോ. അപ്പം ഞങ്ങൾ കുറേ വാട്ടർമെലൻ്റെ സ്ലൈസൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. പിന്നെ നല്ല അടിപൊളി ക്ലിയർ അരുവിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കാലിട്ട് കളിക്കാൻ തോന്നിയിരുന്നു. പക്ഷേ എൻ്റെ കാല് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അപ്പം ഞാനിതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിതാ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾക്ക് റൂമിലേക്ക് എത്തിയിട്ട് കുളിച്ച് മാറ്റി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം അടുത്ത ഗെയിമിംഗ് ഏരിയയിലേക്ക് പോകാൻ. ഗെയിമിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ
ചെസ്സ്, ക്യാരംസ് അങ്ങനത്തെ ഒക്കെ ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. സ്ലൈഡ്, നമ്മൾ അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡൊക്കെ ഉള്ള കുറേ പാർക്കുകളുണ്ട്, ഊഞ്ഞാൽ അങ്ങനത്തതൊക്കെ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് എടുക്കാൻ മറന്നു പോയി ഗൈസ്. പിന്നെ ഞങ്ങളിതാ ഞാനും വിദ്യാൻ്റെയും ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ വിദ്യാൻ്റി തോപ്പിച്ചു ഗൈസ്. വിദ്യാൻ്റിക്ക് നല്ല ഷാർപ്പായ ബുദ്ധിയാണ്. അപ്പോൾ ഒരു കളിയിൽ ഞാൻ ജയിച്ചു, ഒരു കളിയിൽ ആൻറ്റി ജയിച്ചു, അങ്ങനെയായിരുന്നു. പിന്നെ ചേച്ചി ആരെയോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനിടയിൽ അച്ഛൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, നല്ല ക്യൂട്ട്നെസ്സായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ശിവാനി, മീനേച്ചി, അനൂപങ്ങളും അമ്മയും കൂടി ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ക്യാരംസ് കളിക്കുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചെസ്സ് കളിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ചെസ്സൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ടേബിൾ ടെന്നീസ് കളിച്ചു. മീനേച്ചിൻ്റെ പരം ടേബിൾ ടെന്നീസൊക്കെ കളിച്ചു, ഷട്ടിൽ കളിച്ചു, ലുഡോ, സ്നേക്ക് ആൻഡ് ലാഡർ, അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കളിച്ചു. ക്യാരംസിൽ 2 ടീമായിട്ടായിരുന്നു ഇവരൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. ചേച്ചിക്ക് ഇതൊന്നും കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഊഞ്ഞാലിരുന്ന് ആരെയോ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിതാ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ ചെസ്സിൻ്റെ വീഡിയോ എടുക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വീട്ടിൽ പോയി നല്ല സുഖത്തിൽ കിടന്നുറങ്ങി ഗൈസ്. പിറ്റേന്ന് രാവിലെ ആൻറ്റിയും അമ്മയൊക്കെ വന്ന് ഞങ്ങളെ വിളിക്കുകയാണ്. നല്ല തണുപ്പായതുകൊണ്ട് ഒട്ടും എണീക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പുതച്ച് മൂടി അവിടെ കിടക്കാനായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ വിളിച്ചിട്ടും എണീക്കുന്നേ ഇല്ല. അപ്പോൾ ചേച്ചി ക്യാമറ കണ്ടപ്പോൾ മുഖം പൊത്തിക്കളഞ്ഞു. നമുക്ക് അറിയണ്ടായിരുന്നില്ല, വീഡിയോ എടുക്കുന്നതെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെയൊക്കെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ട് ആൻറ്റി. അപ്പോൾ ഇതാ ഇങ്ങനെ എണീച്ച് വരുന്നുണ്ട്, കണ്ണൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ. ശിവാനിയൊക്കെ അപ്പുറത്തെ റൂമിലായിരുന്നു കേട്ടോ കിടന്നത്. 2 റൂമായിട്ടാണ് ബെഡ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിതാ പിന്നെ പല്ലേച്ചു, ഞങ്ങൾ ഫ്രഷായിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ റിസോർട്ട് തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്രെഡ് ടോസ്റ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബ്രെഡ് ടോസ്റ്റും ജാമും ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇഡ്ഡലി, പൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബ്രെഡും ജാമും ഒരു ബോയിൽഡ് എഗ്ഗുമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് വാട്ടർമെലൺ സ്ലൈസും പിന്നെ എന്തോ പേരറിയാത്ത ഏതോ ഒരു ജ്യൂസും. ഓരോ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വാട്ടർമെലൺ ആണെന്ന് വിചാരിച്ചാണ് എടുത്തത്. പക്ഷേ കുടിച്ച് നോക്കിയപ്പോൾ എന്തോ പുളിയുള്ള വെള്ളമായിരുന്നു, ഒട്ടും മധുരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചി ഇത് എങ്ങോട്ടോ നോക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂരിയും ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും മസാലക്കറിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനന്ന് ആ ഭാഗത്തേ പോയിട്ടുണ്ടായിരുന്നില്ല. കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛൻ അങ്ങ് ഇരുന്നിട്ട്. ശിവാനി ഞങ്ങൾ എന്നോ എണീച്ചിട്ടില്ല, അവൾ നല്ല ഉറക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടത് വൈത്തിരി പാർക്കിൽ പോയാലോ എന്ന്. വയനാട്ടിലെ ഏറ്റവും വലിയ പാർക്കാണ് ഈ വൈത്തിരി പാർക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയാലോ എന്നൊരു പ്ലാൻ ഇട്ടു. അപ്പോൾ ഞങ്ങളിതാ പെട്ടിയും കൊടുക്കൊക്കെ എടുത്ത് തിരിച്ച് കാറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി. നല്ല അടിപൊളി സ്ഥലമായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് പോകാനേ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ വൈത്തിരി പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വൈത്തിരി പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പാർക്കിങ്ങിൻ്റെ ഏരിയ ഉണ്ട്, പാർക്കിംഗ് ഏരിയ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ജീപ്പിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് സ്ഥലത്തേക്ക് പോവുകയാണ്. വഴി അറിയാത്തതുകൊണ്ട് ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് എവിടെയോ എത്തിപ്പോയി. അങ്ങനെ തിരിച്ചും വളച്ചും മറിച്ചൊക്കെ ഞങ്ങൾ വൈത്തിരി പാർക്കിൻ്റെ പാർക്കിംഗ് സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് നല്ല തണുപ്പും കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ അടുത്തൊക്കെ മഴയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കൊന്നും അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇറങ്ങുമ്പോൾ നല്ല അടിപൊളി വെയിലൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ പാർക്കിലെത്തിയപ്പോൾ നല്ല അടിപൊളി മഴ അങ്ങ് പെയ്തു ഗൈസ്. അപ്പം ഞങ്ങൾ പാർക്കിൽ പോകുന്ന പ്ലാൻ വെള്ളത്തിലായി. അങ്ങനെ ലാസ്റ്റ് മഴ അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളതുകൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ ഏതായാലും കളിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പോകാൻ അങ്ങോട്ട് ഫിക്സ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് നേരെ ജീപ്പ് കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മടിയിലൊക്കെ ഇരുന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ തലേൻ്റെ മേലെ കണ്ണടിയൊക്കെ വെച്ചിട്ടുണ്ട്. അച്ഛൻ കണ്ണടി ഇട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വൈത്തിരി പാർക്കിൽ എത്തിയിട്ടുണ്ട്. അടിപൊളി പാർക്കാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനത്തെ റൈഡിലൊക്കെ ആയിരുന്നു കേട്ടോ കയറിയത്. പിന്നെ മഴയാകുമ്പോൾ ഇവിടെയുള്ള സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ
ചിലപ്പം അടച്ചിടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം റൈറ്റ്സിൽ കയറിയിട്ട് ലാസ്റ്റ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. സ്വിമ്മിംഗ് പൂള് ഒരു 11:30 ആകുമ്പോൾ അവിടെ തുറക്കുന്നുണ്ട്. 11:30 to 6 PM വരെയാണ് കേട്ടോ ആ പാർക്ക്. അപ്പോൾ ഞാൻ ചേച്ചീനെ ആകാശത്തോണിയിൽ ഇരുന്നിട്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി രസമുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു റൈഡൊക്കെ. അപ്പോൾ ഞങ്ങൾ അച്ഛൻ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, ഞാൻ ചേച്ചീനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി മഴയത്ത് ഞങ്ങളിതാ ഊഞ്ഞാലായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മഴയൊക്കെ ഒന്ന് ജസ്റ്റ് കുറഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പൂളിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇതാ നല്ല അടിപൊളി പൂള്, സ്ലൈഡൊക്കെ ഉള്ള അടിപൊളി പൂളാണ് കേട്ടോ. ദേവു ചേച്ചി അനുഭവങ്ങളൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പാർക്കിലെത്തിയാൽ പറയണം, നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടു. കുറേ റൈഡ്സിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വ്യൂ കാണാൻ കഴിയും. മേലോട്ട് പോകുന്ന റൈഡ്സിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വ്യൂ ഒക്കെ കണ്ടു. പിന്നെ സൈക്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. സിപ്പ് ലൈനിലുള്ള ഏതോ ഒരു മേലെ കിട്ടിയ ഒരു ആലുമെന്ന് ഇങ്ങനെ സൈക്കിൾ ഓടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സിപ്പ് ലൈനിലൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് കയറി ആസ്വദിച്ചു. ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, ഡ്രസ്സൊക്കെ മാറ്റി അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ചുരമൊക്കെ കീയുന്നുണ്ട്. ഇവിടുന്നും എൻ്റെ ചെവി അടഞ്ഞു. ഞങ്ങൾ പിന്നെ തിരിച്ച് പോകുമ്പോൾ ഞങ്ങൾ കുറേ ലോറി കണ്ടു. തിരിച്ച് വരുമ്പോൾ ഇതാ കുറേ ലോറീനെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ലോറിയാണ് ഈ വയനാട്ടിൽ. അപ്പോൾ ലോറിയൊക്കെ കണ്ട് ഇതാ ഇങ്ങനെ ബാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതാ ലോറീനെയൊക്കെ കണ്ട് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അച്ഛനുള്ളതുകൊണ്ടാണ് കാറിൽ വയനാട് വരെ പോയത്, അല്ലെങ്കിൽ ഞങ്ങൾ ട്രെയിനിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അച്ഛൻ വന്നതുകൊണ്ട് ഞങ്ങൾ കാറിലാണ് പോയത്. സാധാരണ ഞങ്ങൾ അച്ഛനില്ലാത്ത സമയമൊന്നും കാറിലിങ്ങനെ ലോങ് ജേണി പോകാറില്ല. അച്ഛനില്ലാത്ത സമയം അധികം ലോങ് ജേണിയും പോകാറില്ല. അപ്പോൾ അച്ഛൻ വന്നതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. പിന്നെ ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത് മൈക്കിലാണ്. അപ്പോൾ നിങ്ങളെ അതുകൊണ്ടായിരിക്കും കുറച്ചും കൂടി ലൗഡായിട്ട് കേൾക്കുന്നുണ്ടാവുക. ഞാനിപ്പം ഒരു ചെറിയ മൈക്ക് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ യൂട്യൂബിലെ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ചെറിയൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലാരിറ്റി ഉണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പം നമ്മളിതാ നല്ല അടിപൊളി കോടമഞ്ഞൊക്കെ കണ്ട് ഇതാ ഹെയർ പിൻ വളവൊക്കെ തിരിച്ച് കഴിഞ്ഞ് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ബാക്കിന് മുമ്പേ ആക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹെയർ പിൻ വളവൊക്കെ കീഴുമ്പോൾ എനിക്ക് ചെറുതായിട്ട് തലകറക്കമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ലോങ് ജേണി കാറിലോ ബസ്സിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. അപ്പോൾ പതിവ് പോലെ അതൊന്നും ഞാൻ തെറ്റിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നിർത്തിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒട്ടും വയ്യായിരുന്നു, തീരെ വയ്യായിരുന്നു. കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ലൈറ്റായിട്ടേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തലയും കറങ്ങി, നല്ല അടിപൊളി ഛർദ്ദിക്കുകയും ചെയ്തു. ഒട്ടും വയ്യായിരുന്നു. പിന്നെ ഞാൻ ആ മൂലയ്ക്ക് അങ്ങ് കിടന്നു കേട്ടോ. പിന്നെ ഞാൻ ലഞ്ച് കഴിക്കാനായപ്പോഴാണ് എണീച്ചത്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയ ഹോട്ടലിലെ വ്യൂ അത് പറയേ വേണ്ട കേട്ടോ. ഞങ്ങൾ ചായത്തോട്ടത്തിൻ്റെ അടുത്താണ് ഞങ്ങൾ ഇരുന്നത്. നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഞങ്ങളുടെ ഫുഡ് കഴിക്കുകയാണ്. മീൽസ് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഈ റിസോർട്ടിൽ പോയപ്പോൾ കുറേ ചിക്കനാണ് കഴിച്ചത്. ചിക്കൻ പൊറോട്ടയല്ല, ചപ്പാത്തി അങ്ങനത്തെ ഒക്കെയാണ് കഴിച്ചത്. അപ്പോൾ ചിക്കൻ മതി നമ്മൾ അടിപൊളി മീൽസാണ് പറഞ്ഞത്. നല്ല മീൻ കറിയും അവിയലും പച്ചടിയും തോരൻ എന്ന് വെച്ചാൽ വറവ്. ഞങ്ങളിവിടെ കണ്ണൂരുകാർ വറവ് എന്നാണ് പറയാറ്. പപ്പടവും മീൻ വറുത്തതൊക്കെ കൂട്ടി നല്ല അടിപൊളി മീൽസ് കഴിച്ചു. ഞാൻ പ്രാന്തച്ചിയെ പോലെ ഇരിക്കുന്നത് ഞാൻ ഛർദ്ദിച്ച് കഴിഞ്ഞതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ ലൈറ്റായിട്ട് കുറച്ച് വൈകുന്നേരം പഴംപൊരിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ലക്കടി വില്ലയിലേക്ക് പോയ കുറച്ച് ഫോട്ടോസ്. അപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.